വൈറൽ ക്രീമി ലേസ് നമുക്ക് ഉണ്ടാക്കിയാലോ? ഞാൻ വൈറൽ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഒരു പാനിലേക്ക് ചെറുതായി എരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ബട്ടറും കൂടെ ചേർക്കാം. ബട്ടർ കുറച്ച് അധികം തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വെളുത്തുള്ളി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് ബട്ടർ മെൽറ്റ് ആവുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കളറായിരിക്കും. പൊടിയൊക്കെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. പിന്നെ നമ്മൾ എരിവിന് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ക്രീമിലേക്ക് അത് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം കുറച്ചെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കും. അപ്പം ഞാനിവിടെ കുറച്ച് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ലേസ് വെറുതെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ബട്ടർ ഗാർലിക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അധികം എരിവ് ഇല്ല, കാരണം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ലേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലേസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പച്ച ലേസാണ്. അതാണ് ഞാൻ അത് തന്നെ എടുത്തത്. കുറച്ചും കൂടെ ഒരു പെരി പെരി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ചുവന്ന ലേസ് എടുക്കാം. അങ്ങനെ ഞാൻ ലേസ് ആ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലേസ് നമുക്ക് ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കണം കഴിക്കുമ്പോൾ. ഈ മിക്സിലേക്ക് ഇട്ട് അധികം നേരം വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മൾ ഈ ലേസ് കഴിക്കാൻ നോക്കണം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു ഇറ്റാലിയൻ സീസണിങ് കൂടെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ഒറിഗാനോ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ മല്ലിയിലയും ഒറിഗാനോയും ഒന്നും നിർബന്ധമില്ല, പക്ഷെ എനിക്കെന്തോ അത് ആഡ് ചെയ്തപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ട്രെൻഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈറൽ ലേസ് റെസിപ്പി. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പി എന്ന് ഞാൻ പറയില്ല, കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ക്രീമി ബട്ടറി ഗാർലിക് ഫ്ലേവേഴ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ റെസിപ്പീസിന് കൂടെ കൂടിക്കോ.